ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ഡേവിഡ് ആരാണ്, ഡേവിഡിന്റെ പിന്നില് ആരൊക്കെയാണ് കളിക്കുന്നത് എന്നറിയാനുള്ള തത്രപ്പാടിലാണ് ആദർശും നയനയും അതുപോലെ നന്ദുവും ഒക്കെ. അപ്പൊ അതിന് ഏകദേശം ഒരു ധാരണ ഇന്ന് എത്തുകയാണ് കേട്ടോ. അതായത് ഡേവിഡിനെ പൊക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു കൊളവാക്കുന്നില്ല, നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവിയറിനോട് സംസാരിക്കുകയാണ് ആദർശം. അപ്പൊ സേവിയർ പറയുന്നുണ്ട്, എനിക്കിപ്പം കറക്റ്റ് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല എങ്കിലും സൈബറിന്റെ സഹായത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ ഡേവിഡിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഡേവിഡിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരുടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഇനിയിപ്പം എന്താണെന്ന് വെച്ചിട്ടുള്ള റിസ്ക് നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്ന് ആദർശിനോട് പറയാണ്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇതിനൊക്കെ ഇടയിൽ ആ ഒരു ഫോൺ കോളും ആ ഒരു ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ആ ഒരു ഇത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റൂലോ. പക്ഷെ എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല സാറ് മാളവികേനെ ഏർപ്പാടാക്കിയിട്ടില്ലേ, ആ പെങ്കൊച്ചിന് വിവരങ്ങളൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ അവളും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളോടും ഒരു വിശ്വാസം അവർക്ക് എത്തണമല്ലോ. അപ്പം ഏകദേശം വിശ്വാസത്തിലൊക്കെ ആയിട്ടുണ്ട്. പതുക്കെ പതുക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കണം. പതുക്കെ പതുക്കെ ആരാണ് പുറകിലെന്ന് നമുക്ക് അറിഞ്ഞേ തീരത്തുള്ളൂ. അവരുടെ ഉദ്ദേശം എന്താണ്, അവർ എന്തിനാണ് നമ്മളെ ഇങ്ങനെ നമ്മളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നിൽക്കുന്നത്, AM ജ്വല്ലറി ഉദ്ദേശം എന്താണ്. ഒരിക്കലും ഒരു ജ്വല്ലറികൾ തമ്മിലുള്ള മത്സരത്തിന്റെ അല്ല, ഇത് വ്യക്തിപരമായിട്ട് എന്തോ വൈരാഗ്യം ഉള്ളതിന്റെ ഒക്കെയാണെന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് വേഷം കെട്ടി, അതായത് ആ സിംഗിന്റെ വേഷം കെട്ടി നേരെ നമ്മുടെ ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഡേവിഡ് ഒരു റെസ്റ്റോറന്റിലായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആദർശ് ആ ഒരു സിംഗിന്റെ വേഷം കെട്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും സിംഗിനെ കണ്ടതും നമ്മുടെ ഡേവിഡ്, ഇതാര് റെസ്റ്റോറന്റിലേക്ക് വന്ന് ഫുഡ് കഴിക്കാനാണോ, ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറുണ്ട്, ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ. അല്ല സാറ് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങി, ഏതായാലും തനിക്ക് കുറച്ച് നേരത്തെ വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കിപ്പോഴാണ് വരാൻ സമയം കിട്ടിയത്, എനിക്ക് ഇവിടുത്തെ ഫുഡ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിലെ കൂടെ കയറുമ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാറുള്ളൂ എന്ന് പറയുമ്പോൾ, ഞാനും ഇവിടെ മിക്കപ്പോഴും വരുമ്പോൾ കയറാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. നമുക്ക് തന്നെ ഒരു എന്താ പറയാ, ഈ ഒരു റെസ്റ്റോറൻറ്റുകാർ നമുക്കൊരു പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റി തരാറുണ്ട്. ആ ഒരു ഇത് എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ അവരുടെ സ്പെഷ്യൽ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലൊരു ടേസ്റ്റ്, നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റാണ്. ഞാൻ ഈ ലോകം മൊത്തം സഞ്ചരിച്ചെങ്കിലും ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല സാറിന്റെ നിങ്ങളുടെ ജ്വല്ലറിയിലെ പുതിയൊരു ആള് വന്നിട്ടുണ്ടല്ലോ, മാളവിക എന്നങ്ങാണ്ടാണല്ലോ പേര്, പുതിയൊരു ഡിസൈനർ ആണല്ലോ, പുള്ളിക്കാരി ഭയങ്കര സെറ്റപ്പാന്ന് തോന്നുന്നല്ലോ. പുള്ളിക്കാരി ആണെങ്കിൽ അതെ, ഞങ്ങളുടെ അടുത്ത് ഒരു പുതിയൊരു നല്ലൊരു ഡിസൈനറാണ് വന്നിരിക്കുന്നത്. അവള് വരയ്ക്കുന്ന എല്ലാ എല്ലാ ഓർണമെന്റ്സിനും അതിൻ്റെതായ ഒരു ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട്, അടിപൊളിയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഞങ്ങള് വിട്ടുതരാട്ടോ അങ്ങോട്ടേക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വിട്ടുതരാം എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ല പിന്നെ ഞങ്ങൾക്ക് വേറൊരു മോഡലുണ്ട് അറിയാമോ, നവ്യ എന്നാ പേര്, ആ പെങ്കുച്ച് നല്ലതാണ്, നല്ല മോഡലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്, അപ്പൊ വേണമെങ്കിൽ അവളെയും വിട്ടുതരാന്ന് ഇങ്ങനെ പറയുമ്പോൾ, അതിന്റെ കാര്യമില്ല, മാളവികനെ പിന്നെ നമുക്കൊന്ന് ചിന്തിക്കാം, കാരണം മാളവിക നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ ഞങ്ങൾക്ക് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത്, ഞങ്ങളുടെ ജ്വല്ലറിയിൽ മോഡലിങ്ങിന് വിളിക്കുന്നത് സിനിമാ നടികളെയൊക്കെയാണ്, ഞങ്ങള് സെലിബ്രിറ്റീസിനെയൊക്കെയാണ് വിളിക്കാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡ് അങ്ങ് പോകുന്നു റെസ്റ്റോറന്റിന്റെ അകത്തേക്ക്. ആദർശ് കയറിപ്പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇയാളെന്നല്ല, സാർ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടല്ലോ, ഞാൻ സാറിന്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങള് ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സാറിന് കൊടുക്കുന്ന അതേ രീതിയിലുള്ള ആ ഒരു ഇതാണ് നമ്മുടെ ആദർശിനും അവിടെ കിട്ടുന്ന ആ ഒരു പരിഗണന നമ്മുടെ ആദർശിന് കിട്ടുന്നുണ്ട്. അപ്പം ആദർശ് ചോദിക്കപ്പോ കൂടുതൽ കാര്യങ്ങൾ, ഡേവിഡ് എപ്പോഴും ഇവിടെ വരാറുണ്ട്, സാർ എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലേ, സാറിന് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാണല്ലേ, എന്നാ പിന്നെ എനിക്കും സാറിന് കൊടുക്കുന്ന അതേ ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ എനിക്കും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആദർശിന് മനസ്സിലാവും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ റെസ്റ്റോറന്റുമായിട്ട് നമ്മുടെ ഡേവിഡിന് നല്ല ബന്ധമുണ്ട്. അപ്പൊ ഇവരുടെ പകുതി ഏറെക്കുറെ എല്ലാ ഡീലിങ്സും നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഈ ഒരു റെസ്റ്റോറന്റിലാണ് എന്ന് ഏകദേശം പിടികിട്ടിയിട്ട്
നമ്മുടെ ആദർശ് എന്നാൽ പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന ആ ഒരു ഇതിലേക്ക് നമ്മുടെ ആദർശ് എത്തിച്ചേരുകയാണ് കേട്ടോ. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഗേന്ദ്രനെ ഡേവിഡിനെ ഒക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ അഭീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാണല്ലോ നാഗേന്ദ്രനുള്ളത്. അപ്പം അഭീനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഏതായാലും ഇപ്പം തലനാടിരിക്കുക അലീനയല്ല സോറി, നമ്മുടെ അഭി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇനി അതേപടി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മുടെ അഭിയുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറി നിൽക്കണമെങ്കിൽ അനഘേനെയും കൂടെ ഈ ലോകത്ത് നിന്ന് കളയണം. ഈ ലോകത്ത് അനഘ ഉണ്ടെങ്കിൽ ഒരിക്കലും അഭിക്ക് സമാധാനം കിട്ടത്തില്ല. അനഘ തളർന്നു കിടക്കുന്നതാണെങ്കിൽ പോലും എപ്പോഴാണെന്ന് അറിയത്തില്ല അനഘയ്ക്ക് ഒരു പുനർജന്മം ഉണ്ടാകുക എന്ന് തന്നെ. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് അതായത് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എങ്കിലും ഈ മിറാക്കിൾ സംഭവിക്കുന്നവരെ വല്ലതും തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അനഘേനെ ഒതുക്കി തീർക്കണം, അനഘേനെ ഈ ലോകത്ത് നിന്ന് മാറ്റണം, തുടച്ചു മാറ്റണം. അവള് തളർന്നു കിടക്കുന്നവളാണല്ലോ, നിസ്സാരല്ലേ അവളെ മാറ്റി കളയാനായിട്ട്, കൊല്ലാനായിട്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് കാര്യം ചെയ്യണം. അതുമാത്രമല്ല ചന്തുമോള്, അവളും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിക്കൊരു വിലങ്ങുതടിയാണ്. പിന്നെ അവളാണോ ഉള്ളത്. അപ്പം ഇവർക്ക് രണ്ടുപേരെയും എന്തെങ്കിലും ചെയ്താലേ അഭിയെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അഭി ഇപ്പം വല്ലാത്തൊരു കുടുങ്ങിക്കിടക്കുന്ന സ്റ്റേജിലാണല്ലോ. അപ്പൊ അഭിയെ സ്വതന്ത്രനാക്കണമെങ്കിൽ നമ്മുടെ അനഘ, ചന്തുമോള്, നവ്യ ഇവരുടെ 3 കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ ആദ്യത്തെ അവര് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ആദ്യത്തെ ലിസ്റ്റിലുള്ളത് നമ്മുടെ അനഘയാണ്. അപ്പം അനഘേനെ കുറച്ച് ഗുണ്ടകളെ കൊണ്ട് അവിടെ പോയി കൊല്ലിക്കുക, അവളെ ഇല്ലാതാക്കുക, അവളെ കൊന്നുകളയുക എന്നതാണ് നമ്മുടെ നാഗേന്ദ്രൻ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഡേവിഡ് പറയുന്നുണ്ട് ഓക്കെ സാർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയാം. അപ്പൊ പിന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ അനഘയുടെ വീട്ടിലേക്കാണ്. അപ്പൊ അനഘ താമസിക്കുന്ന വീട്ടിൽ ചെല്ലുകയാണ് കുറെ ഗുണ്ടകൾ. അപ്പൊ അവിടെ ഒരു സെർവന്റ് ഉണ്ടല്ലോ. അപ്പൊ ആ സെർവന്റിനോട് ചോദിക്കുമ്പോഴത്തേക്കും അനഘ ഇവിടെ ഇല്ല, കുറച്ചു നേരം മുമ്പ് കുറച്ച് ആൾക്കാർ വന്ന് അനഘേനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു ചോദിക്കുമ്പോഴത്തേക്കും എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല സാറേ എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരിനെ കുറെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എവിടെയാണ് നമ്മുടെ അനഘ ഉള്ളതെന്ന്. അപ്പൊ ഇവന്മാരാകെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ. ഇവന്മാർ അനഘേനെ പൊക്കിയല്ല, അനഘേനെ ഇപ്പൊ അങ്ങ് തീർത്ത് കളയാന്ന് ഓർത്ത് വന്നതാണ്. എന്തോ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമ്മുടെ ആദർശിനും നയനയ്ക്കും കിട്ടിയത് കൊണ്ട് അനഘേനെ ആ പഴയ വീട്ടിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മുടെ നയനയും ആദർശും. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ നയനയും ആദർശും അനഘയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ആദർശ് പറയാണ് ചെറിയൊരു വിവരം ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് അനഘ ഇപ്പൊ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ ജീവന് ഭീഷണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നയന പറയാണ് ഇവൾക്ക് ഇപ്പൊ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇവളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, പതിയെ പതിയെ കൈയൊക്കെ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചന്തുമോളുടെ അമ്മേനെ തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണല്ലോ. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവളുടെ അമ്മേനെ തന്നെയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം, നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, നമ്മളെ ഫാമിലി പരമായിട്ട് എന്തൊക്കെയോ ചെറിയ വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് അനഘേ നിന്നെ ഒരിക്കലും ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, നീ ചന്തുമോളുടെ അമ്മയാണ്. അപ്പൊ നീ ചന്തുമോളുടെ അമ്മയായ സ്ഥിതിക്ക് ഒരിക്കലും ഞങ്ങൾക്കത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പം വേറൊരു സ്ഥലത്തേക്ക് മാറണ്ട, ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊന്നും അറിയത്തില്ലാത്തൊരു ഏരിയ തന്നെയാണ്, അപ്പൊ ഇവിടെ തന്നെ ഇനി നിങ്ങൾ നിന്നാ മതി എന്ന് അനഘയോട് പറയുന്നു. അപ്പൊ അനഘയുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ അനഘയ്ക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സീനാ പിന്നെ കാണിക്കുന്നത്. പിന്നത്തെ സീൻ എന്ന് പറയുന്നത് അനഘേനെ പൊക്കാൻ വന്ന കുറച്ച് ഗുണ്ടമാരുണ്ടല്ലോ, ഡേവിഡ് അയച്ച ഗുണ്ടമാര്, ആ ഗുണ്ടകള് അവര് നമ്മുടെ നന്ദു പൊക്കുക. അങ്ങനെ അവര് ഒരു സ്ഥലത്തിരുന്ന് ചീട്ടുകളി അങ്ങനെ ഒരു സംഭവം ആയിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു, അതായത് പോലീസ് വണ്ടി പെട്ടെന്ന് വന്ന് നിർത്തുന്നു, ഇവന്മാരെ അങ്ങോട്ട് ഇടിച്ച് ഭരിവാക്കുന്നു. അപ്പൊ അതിൽ ആദർശം ഉണ്ട് കേട്ടോ. അപ്പൊ ആദർശം ആ കൂടെ ഉണ്ട്. അപ്പൊ ഇവർക്ക് ചെറിയൊരു ഇൻഫർമേഷൻ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡേവിഡിന്റെ ആൾക്കാർ തന്നെയാണ് അനഘേനെ, ഡേവിഡിന്റെ ആൾക്കാരല്ല, കുറച്ച് ആൾക്കാര് അനഘേനെ പൊക്കാന്, അനഘേനെ തീർത്ത് കളയാന് വേണ്ടി വന്നവരാണ്. അപ്പൊ അവന്മാരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, ബാക്കിയുള്ള ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്ന ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ആദർശിനും നന്ദുവിനും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അവന്മാരെ പിടിക്കുന്നത്. അങ്ങനെ ആ ഗുണ്ടകളെ എല്ലാം പോലീസ് ജീപ്പിൽ കയറ്റി നമ്മുടെ നന്ദു നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇടിച്ച് പരുവാക്കി പഞ്ഞിക്കിട്ടിട്ട് നിങ്ങളുടെ പിന്നിൽ ആരാ സത്യം പറഞ്ഞു, ആരാ നിങ്ങളുടെ പിന്നിൽ, ആരാണ് അനഘയെ കൊല്ലാൻ വേണ്ടി നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത് എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് അവന്മാര് സത്യം പറയാണ് ഡേവിഡ് ആണെന്ന്. ഡേവിഡോ? അപ്പം അതെ, AM ജ്വല്ലറിയുടെ MD ഡേവിഡ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു കൊട്ടേഷൻ തന്നത് എന്ന്.
അപ്പം ഡേവിഡ് എന്തിന് നമ്മുടെ അനഘേനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കണം? അപ്പൊ അങ്ങനെ അന്വേഷണം വന്ന് ഏറ്റവും ലാസ്റ്റ് എവിടെ എത്തി നിൽക്കും? നമ്മുടെ നാഗേന്ദ്രനിൽ തന്നെ എത്തി നിൽക്കും. അപ്പൊ അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നന്ദു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നന്ദു നേരെ ആദർശിനെ ഫോൺ വിളിച്ച് പറയാണ് കേട്ടോ, ആദർശേട്ടാ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, ഡേവിഡ് ആണ് ഇതിന് പിന്നില്, അനഘേനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഡേവിഡ് ആണ്. അപ്പൊ ഡേവിഡ് എന്തിനു കൊട്ടേഷൻ കൊടുക്കണം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്ന് ഇനി മാറി മാറി അവർ ചിന്തിച്ച് ലാസ്റ്റ് ഇനിയിപ്പോ എത്തി നിൽക്കുന്നത് നാഗേന്ദ്രനിൽ തന്നെ ആയിരിക്കും. ഏകദേശം ഈ ഒരു 3-4 സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ഈ ഒരു സത്യം തെളിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. നാഗേന്ദ്രനും അതുപോലെ തന്നെ നാഗേന്ദ്രന്റെ മോള് കൂടെയാണ് ഇതിനെല്ലാത്തിനും പിന്നില്. അതിനോടൊപ്പം തന്നെ അഭിക്ക് ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇവർ പിടിച്ചു നിന്നത്. അഭിക്ക് അറിയാവുന്ന അഭി എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചിട്ട് ഇവരെ പിടിച്ചേനെ നേരത്തെ. അഭിക്ക് അറിയത്തില്ലല്ലോ, അഭിക്ക് അഭിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ എന്നൊന്നും അഭിക്കും അറിയത്തില്ല. അഭി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജ അറിയും. ജലജയ്ക്കാണെങ്കിൽ നാഗേന്ദ്രനെ ഇഷ്ടമല്ല, ഇവര് രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണല്ലോ. കെട്ടിയവനും കെട്ടിയോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ അടിയും പെടയും പൂരവും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജലജനെ അറിയിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ നാഗേന്ദ്രൻ നയപരമായിട്ട് നിന്ന് അവന്തികയും നാഗേന്ദ്രനും കൂടി എല്ലാം കൈക്കലാക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിന് ഒരു കൂച്ചുവലം ഇട്ടുകൊണ്ടാണ് നമ്മുടെ നന്ദു ഇനിയിപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അതിനിടയിൽ നമ്മുടെ നവ്യ അറിഞ്ഞ കുറച്ച് സത്യങ്ങളുണ്ട്, അത് മൂടി വെച്ചിട്ട് തന്നെയാണ് നവ്യ എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിക്കുന്നത്. അതൊക്കെ ഉടനെ തന്നെ വെളിയിൽ കൊണ്ടുവരും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതുകൂടെ അലീനയുടെ ഇന്നത്തെ വിശേഷം നമുക്ക് കിട്ടിയിട്ടില്ല, നോക്കട്ടെ, നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. റിയൽ സ്റ്റോറിക്കകത്താണ്. പിന്നെ അലീനയുടെ പ്രമോ വിശേഷം നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കഥയുടെ പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളത് ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ പോയി നോക്കിയാൽ മതി, അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേപടി ഉണ്ടാകുന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.